ഏതെങ്കിലും കേസിൽ ഈ അറസ്റ്റ് ചെയ്യാൻ പോകും മാധ്യമങ്ങൾ അറിയിച്ചിട്ട് പോകാറുണ്ടോ പോലീസ്? എങ്ങനെയാണ് ആ കറക്റ്റ് ഷട്ടറാത്ത ദൃശ്യം മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്? എങ്ങനെയാണ്? എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ മെഡിക്കലിന് കൊണ്ടുപോകുമ്പോഴേ പറ്റുമെന്ന് തോന്നുന്നു ആ വീഡിയോ വന്നത്. എന്തുമാവട്ടെ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ അത് മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു ഓർമ്മയുണ്ട്. PC ജോർജിനെ പുലർക്കാലെ വീട് വളഞ്ഞ് ഒരു വിദ്വേഷ പ്രസംഗ കേസിൽ പുലർച്ചെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മളതാണ് ചിന്തിക്കേണ്ടത്. PC ജോർജിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? അന്ന് എന്താ സംഭവിച്ചത്? PC ജോർജ് നോട്ടീസ് കൊടുത്ത സ്റ്റേഷനിലേക്ക് വരില്ലേ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ? വരും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പുലർക്കാലത്ത് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണം പൂഞ്ഞാറ്റിൽ നിന്ന്. അതെന്താ സംഭവിച്ചത്? ഈ യാത്ര മുഴുവൻ മാധ്യമങ്ങൾ ലൈവായിട്ട് കവർ ചെയ്യുന്നു. പോകുന്ന വഴിയിൽ BJP-ക്കാർ അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിക്കുന്നു. ഈ യാത്ര അവിടെ ചെന്ന് തിരുവനന്തപുരത്ത് നിന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ APP ഹാജരാവാതിരിക്കുന്നു. അദ്ദേഹത്തിന് പുഷ്പം പോലെ ജാമ്യം കിട്ടി പുറത്തു വരുന്നു. അതിലൂടെ PC ജോർജിന് എന്താ കിട്ടിയത്? അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ മൈലേജാണ് കിട്ടിയത്. പിണറായി വിജയൻ എന്ന സർക്കാർ എന്നെ ഇതാ വേട്ടയാടുന്നു, എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു, എന്നെ ഉപദ്രവിക്കുന്നു. ഇവിടെ ഷാജൻ സ്ക്രേഹി എന്നാ സംഭവിക്കുന്നത്? അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നു, പിണറായിസം തൊലയട്ടെ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലനായ അദ്ദേഹം സ്വയം മാറുകയാണ്. അവരൊറ്റ ഫ്രെയിമിലൂടെ മാധ്യമങ്ങളെ വേട്ടയാടുന്ന പിണറായി വിജയൻ സർക്കാർ. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാർ മാധ്യമങ്ങളെ വേട്ടയാടുന്നുണ്ടോ? ഇല്ല. ഇനി ഷാജൻ സ്ക്രേഹിക്കുള്ള യഥാർത്ഥത്തിലുള്ള ആരോപണം എന്താണ്? അദ്ദേഹത്തിനെതിരെയുള്ള പരാതി എന്താണ് ആക്ച്വലി? അതായത് അദ്ദേഹം ഈ യൂട്യൂബ് ചാനലിലൂടെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു, ഇതര സമുദായങ്ങൾ തമ്മിൽ പരസ്പര ഛിദ്രത ഉണ്ടാക്കുന്ന വിധമുള്ള കണ്ടന്റ് പ്രസിദ്ധീകരിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും കൂടുതലുള്ള പരാതി. അത്തരം പരാതികളിൽ എന്തെങ്കിലും ഒരു കേസ് ഇതുവരെ പോലീസ് എടുത്തിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിനെതിരെയുള്ള ഏറ്റവും ഗൗരവമുള്ള ക്രൈം എന്താണ്? അത് PV അൻവർ മുമ്പ് പറഞ്ഞിട്ടുള്ള, അതായത് വയർലെസ് കണ്ടന്റ് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. വയർലെസ് കണ്ടന്റ് അതിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ IT ആക്ടിലെ ചില വകുപ്പുകൾ പ്രകാരമുള്ള ഗുരുതരമായ വകുപ്പുകൾ ഇടാൻ ADGP MR അജിത് കുമാർ വിസമ്മതിച്ചു എന്നുള്ളതായിരുന്നു അൻവറിൻ്റെ ഒരു പ്രധാനപ്പെട്ട എതിർപ്പ്. ഷാജൻ സ്ക്രേഹിക്കെതിരെ ഇന്ന് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട കേസുകളിൽ ഒരുപാട് കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. പല കേസുകളിലും അദ്ദേഹം ജാമ്യത്തിലാണ്. ഒരു നിലമ്പൂരിലുള്ളൊരു കേസിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയാണ് ജാമ്യം എടുത്തത്. അപ്പോൾ പല കേസുകളും അദ്ദേഹം ജാമ്യം എടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്ത കുറ്റകൃത്യത്തിന് ആസ്പദമായ കാര്യത്തിൽ FIR ഇടുകയോ അതിൽ കേസെടുക്കുകയോ ചെയ്യാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യത്തിൽ, ഇതൊരു കുറ്റകൃത്യം തന്നെയാണ്, വളരെ ഗൗരവമുള്ള കുറ്റകൃത്യത്തിൽ വളരെ നിസ്സാരമായ വകുപ്പുകൾ ചാർത്തി ആ വകുപ്പുകളുടെ പുറത്ത് അദ്ദേഹത്തെ രാത്രി പിടിച്ചു വലിച്ച് ഷർട്ട് കണ്ട് വലിച്ചിറങ്ങിക്കൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ജാമ്യം കൊടുത്തു വിടുന്ന കാഴ്ചയാണ്. നാളെ എന്ത് ചെയ്യുന്നു? നാളെ ഷാജൻ സ്ക്രിയ എന്ന് പറയുന്ന അദ്ദേഹം യൂട്യൂബിൽ വന്നിരുന്ന് ഇത് പറയും, എന്ത്, എന്നെ പിണറായി വിജയൻ വേട്ടയാടുന്നു. അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ആളുകളുണ്ടാവും.